ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രോഷേൻ്റെ ബുക്ക് മാർക്കറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കളറിലുള്ള ഒരു വോൾസാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഫ്ലവറിനുള്ളതും അതേമാതിരി ഈ ഗ്രീൻ കളറ് നമ്മളെ ലീഫിനും സ്റ്റെമ്പിനും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലവർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഫ്ലവർ ഞാൻ ഈ ഒരു ഡാർക്ക് ബ്രൗണ് റെഡിഷ് കളറൊക്കെയാണ് ഈ ഒരു വോളിൻ്റെ കളറ്. ഫ്ലവർ ഞാൻ ഉണ്ടാക്കുന്നത് നേരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ബിക്കോസ് ഓൾറെഡി ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പം ആ ഫ്ലവർ കണ്ടവർ അത് പോയി കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫ്ലവറിൻ്റെ ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവുകയാണ്. നമ്മൾ സ്റ്റെമ്പിൻ്റെയും ലീഫിൻ്റെയാണ് മെയിനായിട്ട് ഇതിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, നമ്മളെ ഫ്ലവറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫ്ലവർ ഇവിടെ റെഡിയായി. ഞാൻ ചെറുതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി സ്റ്റെമ്പ് ഉണ്ടാക്കാം. സ്റ്റെമ്പിന് ഈ ഒരു ഗ്രീൻ കളർ വോളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹുക്ക് 4 വരുന്നത്. ഇനി നമുക്ക് ഇതിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അതിന് ഇതേമാതിരി ക്രോസ് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് വലിച്ച ഒരു സ്ലിപ്പ് നോട്ട് കിട്ടും. അതിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ചെയിൻ സ്റ്റിച്ച് പിന്നെ ഈ ചെയിൻ സ്റ്റിച്ച് എല്ലാവർക്കും അറിയണതായിരിക്കും, അത്ര വലിയ പണിയില്ലാത്ത സ്റ്റിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിന് മെയിനായിട്ട് അങ്ങനെ കാണിച്ചു തരണമെന്നില്ല. നമ്മൾ ഉള്ളൊരു ലൂപ്പിൽ ജസ്റ്റ് ഇതേമാതിരി ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പം മാക്സിമം ഞാൻ ചെയിൻ സ്റ്റിച്ച് ഒരു 15 എണ്ണയിൽ ഇട്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ ബുക്ക് മാർക്കറിൻ്റെ സെൻറ്ററിൽ വെക്കണത് ഈ ഒരു സ്റ്റെമ്പായിരിക്കും. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 15 ചെയിൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയിൻ കൊടുത്തിട്ട് കാണാം. അങ്ങനെ നമ്മളെ സ്റ്റെമ്മ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് ലീഫ് ഉണ്ടാക്കാം. ലീഫ് നമ്മൾ സ്റ്റെമ്മിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ ഈ കാണുന്ന ഹോളില്ലേ, അതിക്ക് നമ്മൾ ഹുക്ക് കയറ്റണം. ബട്ട് അങ്ങനെ കയറ്റല്ല, ഫസ്റ്റ് ഉണ്ടായിരുന്നു പാളിപ്പോയി. ഒന്ന് റൗണ്ട് ചെയ്യണം. നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷാണ് ചെയ്യണത്. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി റൗണ്ട് ചെയ്ത് ഒന്നിൻ്റെ ഉള്ളിൽ കൂടി വലിക്കണം. ബാക്കി 3 ഉണ്ടാകും. ആ 3 ഉള്ളിൽ കൂടിയും വലിച്ച് കഴിഞ്ഞാൽ 1 ഹാഫ് ഡബിൾ ക്രോഷ് ആകും. ഇനി നമുക്ക് 3 ഡബിൾ ക്രോഷ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷയാണ്. അപ്പോൾ ഫസ്റ്റത്തേത് പറയാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ സെക്കൻഡ് 1 ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു തരാം. ബട്ട് ഇത് ഒന്ന് എന്നെ കുടുക്കിപ്പിച്ചു. കാരണം അത് അതിൻ്റെ ഉള്ളിൽ കൂടി പോരുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് തന്നെ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഒറ്റ റൗണ്ട് മതി. അതിന് ശേഷം നമ്മൾ ചെയിനിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒന്നിൻ്റെ ഉള്ളിൽ കൂടി വലിക്കുക. അതിന് ശേഷം 2 ഉള്ളിൽ കൂടി വലിക്കുക. പിന്നെ ബാക്കി 2 അത്ര ഉള്ളു പണി. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ഡബിൾ ക്രോഷാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. ഈ ഒരു വട്ടം റൗണ്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം.
അതിനുശേഷം ഒന്നിൻ്റെ ഉള്ളിൽ കൂടി വലിക്കണം, രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി വലിക്കണം, ലാസ്റ്റ് രണ്ടെണ്ണം വീണ്ടും വലിക്കണം. ഇനി നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യം കൂടി വേണം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ അതേ മാതിരി ചെയ്താൽ മതി. ഒന്ന് റൗണ്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിക്കൂടി ഇടുക, എന്നിട്ട് ബാക്കി 3 എണ്ണത്തിൻ്റെ ഉള്ളിക്കൂടി ഇടുക. നമ്മൾ ചെയ്ത ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും കൂടി ചെയ്ത് കൊടുക്കുക. അതായത് ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ 3 ഡബിൾ ക്രോഷ്യ, വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇത്ര മാത്രമേ നമ്മൾ പണിയുള്ളൂ. ഇനി ലാസ്റ്റ് ജസ്റ്റ് 2 ചെയിനും കൂടി കൊടുത്ത് കഴിഞ്ഞാൽ കൂർപ്പും കൂടിയും കിട്ടും ലീഫിൻ്റെ. അതിനുശേഷം കട്ട് ചെയ്ത് ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സംഭവം സിമ്പിളാണ്. ഇനി നമ്മൾ ഇവിടെ സ്റ്റെമ്പിൻ്റെ ബാക്കിലുള്ള ഒരു ഹോൾ വന്നിട്ടില്ല, അത് നമ്മൾ ഫ്ലവർ മുക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് കെട്ടിക്കൊടുത്ത് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബുക്ക് മാർക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ച് തരാം. ഇതാണ് നമ്മളെ ബുക്ക് മാർക്കർ. അപ്പോൾ ഇത്ര പണിയുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.